KNM വൈസ് പ്രസിഡന്റ്, കേരള നവോത്ഥാന സമിതിയുടെ വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂരാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? അത് വളരെ മോശമായ ഒരു പ്രസ്താവനയാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് കേട്ടപ്പോൾ. കാരണം അദ്ദേഹം പ്രസിഡൻറ്റും ഞാൻ വൈസ് പ്രസിഡൻറ്റുമാണ് നവോത്ഥാന സമിതിയിൽ. നവോത്ഥാന സമിതിയിൽ ഒരുപാട് സമുദായങ്ങളുണ്ട്, പ്രത്യേകിച്ച് പിന്നോക്ക സമുദായങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വികാരം ഇതാണ്: പിന്നോക്ക സമുദായമായ ഈഴവ സമുദായത്തെ മാറി മാറി വരുന്ന ഒരു സർക്കാരും വേണ്ടത്ര പരിഗണിച്ചില്ല. അത് അദ്ദേഹത്തിന് പറയാം, കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ. പക്ഷേ ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു, മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരുപാട് നേടിയെടുത്തു. അത് ശരിയല്ല എന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ആ വാചകവും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ടേ? അവർക്ക് കുറേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും സഹായിച്ചില്ലല്ലോ. അപ്പോൾ ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം, എന്തുദ്ദേശത്തിൽ പറഞ്ഞതാണെങ്കിലും. അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ പ്രീണനം നടത്തി, പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പോലും കിട്ടില്ല. അതേസമയത്ത് ഈഴവരുടെ വോട്ട് പോലും മറുവശത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ന്യൂനപക്ഷ പ്രീണനം നടന്നില്ല എന്നുള്ളതാണ്. നടന്നിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യണമല്ലോ, ഉള്ളത് കുറഞ്ഞു പോയല്ലോ. അനുഭവം അത് തന്നെയാണ്. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ തന്നെ ഉണ്ടായത്. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സച്ചാർ കമ്മിറ്റി, ആ സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പാലോളി കമ്മിറ്റി ശുപാർശ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും നടപ്പിലായില്ല. അതിൽപ്പെട്ട ഒരു സംഗതിയായിരുന്നു മുസ്ലിം യൂത്തിനുള്ള കോച്ചിങ് സെൻറ്റർ ഉണ്ടാക്കണമെന്ന്. അത് തുടങ്ങിയെങ്കിലും പിന്നെ അത് മൈനോറിറ്റി കോച്ചിങ് സെൻ്ററായി മാറി. അതുപോലെ തന്നെ ആ 80-20 പ്രശ്നങ്ങൾ വന്നപ്പോഴൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടില്ല. സ്കോളർഷിപ്പുകൾ, അതുപോലെ ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ, ഈഴവ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉദ്യോഗ സംവരണത്തിൽ, അതിൽ 2 തവണ മുസ്ലിം സംവരണം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സ്റ്റെപ്പുകളുണ്ടായി. ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുക്കാൻ 2% അത് മുസ്ലിം സംവരണത്തിൽ നിന്ന് എടുക്കാൻ ഓർഡർ വരെയായി. പിന്നീടൊരു ശുപാർശ വന്നു. അതേപോലെ തന്നെ ഈ ആശ്രിത നിയമനത്തിന് ആളെടുക്കാൻ അത് പിന്നെ ഓർഡർ ആയിട്ടില്ല. അപ്പോൾ എല്ലാ സന്ദർഭത്തിലും മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പെർമിഷൻ പറയുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പല പ്രശ്നങ്ങളും ആ നിലക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇടതുപക്ഷം അവരെ പ്രീണിപ്പിച്ചിട്ടൊന്നുമില്ല, ഉള്ളതും നൽകിയിട്ടില്ല. ഇതൊന്നും പറയേണ്ടത് ഇപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയകളിൽ സ്കൂളുകൾ വേണ്ട സീറ്റുകൾ, +2 ഹയർ സെക്കൻഡറി സീറ്റുകൾ അതുപോലുമില്ല. അവിടെയൊക്കെ കുറച്ച് സീറ്റ് കൂട്ടിക്കൊടുക്കുക എന്നല്ലാതെ ബാച്ച് അനുവദിക്കുന്നില്ല. ഇടതുപക്ഷത്തെത്തുന്ന ന്യൂനപക്ഷങ്ങൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഡബിൾ പ്രൊമോഷൻ നൽകുന്നു. അതേസമയത്ത് ഇടതുപക്ഷത്തു നിന്ന് എത്തുന്ന ഈഴവർ, അതായത് ഇടതുപക്ഷം നിർമ്മിക്കാനടക്കം വലിയ തരത്തിൽ ചോരയും നീരും നൽകിയ ഈഴവരെ പോലും തഴഞ്ഞുകൊണ്ട് പോകുമ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് ഡബിൾ പ്രൊമോഷൻ നൽകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരാ, അത് പ്രൂഫ് വേണം. അതിന് തെളിവ്, എവിഡൻസ് വെച്ചിട്ട് അദ്ദേഹം പറയണം. എവിടെയെന്ന് ഇല്ലല്ലോ, ഒന്നുപോലുമില്ല. കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയാണ്. ശരിക്കും വേണ്ടത് വെള്ളാപ്പള്ളിയും നമ്മൾ ഒന്നിച്ച് നിൽക്കുക വേണ്ടത്. കാരണം ഈഴവന്മാർ പിന്നോക്കമാണ്, മുസ്ലിങ്ങളും പിന്നോക്കമാണ്, അതുപോലെ തന്നെ നമ്മൾ ന്യൂനപക്ഷമാണ്. ആ നിലയിലൊക്കെ തന്നെ ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ അത് മറന്നു പോകുന്നു. വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത് ഈ പ്രസ്താവന പിൻവലിക്കണം. എന്നിട്ട് നമ്മൾ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അതുപോലെ തൊഴിൽപരമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഒന്നിച്ച് നിൽക്കണം. വെള്ളാപ്പള്ളിയും ഈഴവ സമുദായവും മുസ്ലിം സമുദായവും ഒന്നിച്ച് നിൽക്കണം. നേരത്തെ അങ്ങനെ സമിതികളൊക്കെ ഉണ്ടായിരുന്നതാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണം, കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും വണ്ടി കയറുന്ന ആളുകൾക്ക് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആ ദിവസം തന്നെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം. അല്ല, അത് ഇപ്പോൾ ഈ കോഴിക്കോടും മലപ്പുറത്തും മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. കോഴിക്കോട് നിന്നും മലപ്പുറത്തുനിന്നും കാസർഗോഡ് നിന്നും ഒക്കെ വണ്ടി കയറിയ ആളുകൾ അങ്ങനെ വേണമെന്ന് എൻ്റെ അഭിപ്രായം. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫയലുകൾ ഇത്ര ദിവസത്തിലധികം നിൽക്കാൻ പാടില്ല എന്ന്. അത് ആവശ്യമാണല്ലോ. കേരള നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ താങ്കൾ വൈസ് ചെയർമാനാണ്. ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എത്രത്തോളം ഭൂഷണമാണ്? അത് വളരെ മോശമായിപ്പോയി. കാരണം അദ്ദേഹം വിളിക്കുന്ന യോഗങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. മെനിയാന്നും അദ്ദേഹം വിളിച്ചൊരു യോഗം തിരുവനന്തപുരത്തുണ്ട്, നമ്മുടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്. നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ചും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന തെറ്റാണ്. അദ്ദേഹം വൈകാരികമായി എന്തോ പറഞ്ഞതാണത്.
അത് രാഷ്ട്രീയമായി അവർ കണക്ക് കൂട്ടേണ്ടതാണ്. ഏഴുവരുടെ വോട്ട് പോയോ, നായന്മാരുടെ വോട്ട് പോയോ, ക്രിസ്ത്യൻസോ മുസ്ലിം, അത് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ശരിക്കും കണക്ക് കൂട്ടി നോക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ കാരണവും കണ്ടുപിടിക്കണം. അത് ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് എന്നുള്ളതാണ് ആരോപണം. അത് അങ്ങനെ അതിന് തെളിവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ട് ഇവർ ജയിക്കണ്ടേ? ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ. പ്രീണനം ഉണ്ടെങ്കിൽ ഇവർ വോട്ട് ചെയ്യണ്ടേ? അതുറപ്പല്ലേ? അതാണുള്ളത്. ഓക്കെ.